Assalamualaikum. Welcome to Nas Kitchen. ഇന്നത്തെ സ്പെഷ്യൽ ഒരു സ്നാക്കാണ്. നമ്മൾ ടീ ടൈമിനൊക്കെ പറ്റിയ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മുടെ കണ്ണൂരൊക്കെ ഇത് ശരിക്കും ഭയങ്കര എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പിന്നെ കൈവിഷൽ എനിക്ക് തോന്നുന്നു ചോറയപ്പം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ളത് 2 മുട്ട, 1/2 ഗ്ലാസ് പഞ്ചസാര, 1/4 കപ്പ് മൈദ, 1/2 ഗ്ലാസ് വെള്ളം, പാകത്തിന് അതായത് നമ്മളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഏലക്കാപ്പൊടി, തരി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് വെള്ളവും പഞ്ചസാരയും ഒന്നിച്ച് അലിയിച്ചെടുക്കാം. നന്നായി അലിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് പഞ്ചസാരയും വെള്ളവും ഉപ്പും കൂടി അലിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർക്കാം. മുട്ട നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ ചേർത്ത് ഇതേപോലെ തന്നെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതായത് ഇതിലിപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് മുട്ട, വെള്ളം, പഞ്ചസാര, ഉപ്പ്, മൈദ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരിത്തിരി ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഇത്തിരി ഏലക്കാപ്പൊടി, ഇത്രയും നമുക്ക് ചേർക്കാം. ഏലക്കാപ്പൊടി ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചൊരു നേർത്ത പരുവത്തിലാണ് ഉള്ളത്. ഇതിലേക്ക് നമുക്കിനി ഒരു ഇത്തിരി നമുക്ക് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് തരി ചേർക്കാം. തരി ഞാനിപ്പോൾ 3 ടീസ്പൂൺ തരി ചേർത്തിട്ടുണ്ട്. ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. 3 ടീസ്പൂണ് തരി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടി അനുസരിച്ചിട്ട് വേണം നമ്മൾ തരി ചേർക്കാൻ. ഇപ്പോൾ ഞാൻ ഒരു 3 ടീസ്പൂണും കൂടി അധികം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നത് മിക്സ് ചെയ്ത് നോക്കാം. കട്ടിയായി വരുന്നത് വരെ നമുക്ക് തരി ചേർക്കണം. ഇപ്പോൾ മൊത്തം ഞാൻ 9 ടീസ്പൂണ് തരി ചേർത്തിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത ഈ കൂട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കിത് 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കണം. ഇതേ പാകത്തിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതേ പാകത്തിൽ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കാൻ നോക്കാം. ഇതേപോലെ ഒരു ചിരട്ട എടുത്തിട്ട് അതിന് ഈ ഒരു വശം ഹോൾസാക്കാം. ഇതിലേ കൂടിയാണ് നമ്മൾ മാവ് ഇട്ടിട്ട് നമ്മൾ ജിലേബിയെല്ലാം പോലെയാണ് ഇത് ചുട്ടെടുക്കുക. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഈ ചിരട്ടയിലേക്ക് കുറച്ച് മാവ് ഇതേപോലെ ഫില്ല് ചെയ്യാം. ഇതേപോലെ ഈ ഹോൾസിനെ വിരൽ വെച്ചിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരിത്തിരി സമയം നമ്മൾ ആ വശം ഒന്ന് പാകമാകുന്നത് വരെ വെക്കുക. അതിനുശേഷം പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ കൈവിഷൽ റെഡിയായി വരുന്നുണ്ട്. ഏകദേശം ഈ ഒരു ബ്രൗൺ ഒരു ഗോൾഡൻ നിറമാണ് ഇതിൻ്റെ പാകം. അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി വരുന്ന മാവും ഇതേപോലെ ചിരട്ടയിൽ എടുത്ത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കൈവിഷൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാവരും കണ്ടു. വളരെ ഈസിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇത്തിരി സോഫ്റ്റ് ഉണ്ടാവും. അഥവാ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും.
അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോന് സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ ലൈക്കും കമൻസും നിങ്ങളെ വിലപ്പെട്ട കമൻസും പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അടുത്തൊരു ഈസി റെസിപ്പിയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.